പഞ്ചാബിൽ ആം ആദ്മി എം.എൽ.എമാർ വലിയ കോലാഹലമുണ്ടാക്കുകയാണ്, വലിയ പ്രതിഷേധമുയർത്തുകയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെതിരെയാണ് ആ കലാപം. അരവിന്ദ് കെജ്രിവാൾ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്താണ് ഈ ആപ്പ് എം.എൽ.എമാർ പഞ്ചാബിൽ ഈ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണം? പ്രതിസന്ധി ഉണ്ടാക്കാൻ ഭഗവത് മാനിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. അദ്ദേഹം മുൻപ് തന്നെ കാരണം ഇപ്പോൾ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ അന്ന് 22 സീറ്റിലധികം AAP നേടിയിരുന്നു. അന്ന് തന്നെ ഈ AAP അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു ഘട്ടമാണ്. പക്ഷെ അവരെ നയിച്ചത് ഈ നേതാവാണ്. ഈ നേതാവാണെങ്കിൽ പല വിവാദങ്ങളും പല ദൃശ്യങ്ങളും നാം കണ്ടിരിക്കും. മദ്യപിച്ച് റോഡിൻ്റെ അരികിൽ കിടക്കുന്ന അത്തരത്തിലുള്ള പല ദൃശ്യങ്ങളും കണ്ടിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. രാഷ്ട്രീയം പഠിച്ചു, ജനങ്ങൾക്കിടയിൽ നിൽക്കണമെന്ന് പഠിച്ചു. പിന്നീടുള്ള 5 വർഷം തുടർച്ചയായി തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര തർക്കം, ഈ ആഭ്യന്തര തർക്കം ഉണ്ടാകുന്നത് തന്നെ അമരേന്ദ്ര സിംഗ് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന അവരുടെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ആ മുഖ്യമന്ത്രിക്ക് മുൻപും ഒരു ചരിത്രമുണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ അന്ന് അരുൺ ജെയ്റ്റ്ലിയെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഈ ക്യാപ്റ്റനായിരുന്നു. അവിടെ നിന്നും തുടങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ വലിയൊരു പടയോട്ടമായിരുന്നു പഞ്ചാബിലുണ്ടായിരുന്നത്. അവിടെ അരുൺ ജെയ്റ്റ്ലിയെ തളയ്ക്കാൻ കഴിയുന്നു. പിന്നീട് വരുന്ന അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയുന്നു. അതെല്ലാം ഈ ക്യാപ്റ്റൻ എന്ന ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ BJPയിൽ നിന്നുള്ള സിദ്ധുവിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കുകയെല്ലാം ചെയ്തപ്പോൾ കോൺഗ്രസിന് അത് വലിയ തലവേദനയായി മാറി. പിന്നീട് ആദ്യമായി പഞ്ചാബിൽ ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന വലിയ പ്രഖ്യാപനത്തോട് തന്നെ ചന്നി അവിടെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആ പാർട്ടിയെ അവിടെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത്. അത് കൃത്യമായി തന്നെ മുതലെടുക്കുവാൻ അവിടുത്തെ വർഷങ്ങളായി തന്നെയുള്ള പ്രതിപക്ഷ പാർട്ടി ഉണ്ടല്ലോ, ശിരോമണി അകാലിദൾ, അവർ മുൻപും BJPയുമായി ചേർന്ന് അവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഇവർ രണ്ടുപേരും പല കാരണങ്ങൾ പറഞ്ഞ് കാർഷിക സമരവുമായെല്ലാം ബന്ധപ്പെട്ട് വഴിപിരിയുന്ന സാഹചര്യമുണ്ട്. അത് മുതലാക്കാൻ കഴിഞ്ഞത് ഈ AAPക്കാണ്, ആം ആദ്മി പാർട്ടി. അതെ, ആ പാർട്ടിക്ക് കഴിയുകയും പിന്നീട് അവരുടെ സർക്കാർ തന്നെ അധികാരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 2022 ഈ ഞാൻ പറഞ്ഞതുപോലെ മുൻപുള്ള തെറ്റുകളും, കാരണം ഒരു നേതാവിന് ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ മദ്യപിച്ച് റോഡിൽ കിടക്കുന്നവരെ ജനം അംഗീകരിക്കില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കെജ്രിവാളിൻ്റെ വിജയം മാത്രമല്ല, AAPയുടെ വിജയം മാത്രമല്ല, അത് ഈ മാനിനും കൂടി അവകാശപ്പെട്ട ഒരു വിജയമായിരുന്നു. ആ വിജയത്തിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിൽ രണ്ടാമത്തെ വിജയം ഞെട്ടിക്കുന്നതായിരുന്നു. ഈ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് 117-90 സീറ്റ് നേടി, അവിടെ 2 സീറ്റുകൾ നേടി അവിടെ അധികാരത്തിൽ വരാൻ നിന്നൊരു സർക്കാരാണ്. ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ഗീർവാണം പോലെ പറയുന്നുണ്ട് 30 പേരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കും. അങ്ങനെ 30 പേരെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിട്ടും സർക്കാരിന് അവിടെ ഒരു വിള്ളൽ വരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ AAP നേതൃത്വം ഇന്ത്യ മുഴുവൻ ഒരു പ്രതിസന്ധിയിലാണല്ലോ. ഈ ഡൽഹിയിൽ തന്നെ ഈ പാർട്ടി പിറന്നു വീണ മണ്ണിൽ തന്നെ വലിയ തിരിച്ചടിയായി നിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വലിയ ഗൗരവത്തോടെ കാണുകയാണ്. ഇപ്പോൾ വിജയിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരും. ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ ആരുമില്ല. ഡൽഹിയിൽ ഇപ്പോൾ BJP വിജയിച്ചു, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം RSSനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്, അവിടെ പ്രാദേശിക നേതാക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ. പക്ഷെ പരാജയമാണെങ്കിൽ മോദി എന്നൊരു വ്യക്തിയിൽ മാത്രം ചുരുങ്ങും. അങ്ങനെയാണല്ലോ നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ 400 സീറ്റ് അവകാശപ്പെട്ടിരുന്ന മോദി 240 ചുരുങ്ങുമ്പോൾ അതെല്ലാം മോദിയുടെ തലയിലാകുന്നു. മോദി RSSവുമായ പ്രശ്നത്തിൽ വരുന്നു. ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം മൈക്ക് വെച്ച് പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ ചില വേദികളിൽ അദ്ദേഹം ദൈവം എന്ന് പറഞ്ഞു. പിന്നെ രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി വർഗീയ പ്രസംഗം നടത്തി. അങ്ങനെ എല്ലാ കുറ്റവും മോദിയുടെ തലയിലേക്ക് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കെജ്രിവാളിനും മാനിന്റെ എല്ലാ അവസ്ഥ. എല്ലാ പ്രശ്നവും ഇദ്ദേഹത്തിന്റെ തലയിൽ വയ്ക്കുകയാണ്, എല്ലാ കുറ്റവും അവരുടെ തലയ്ക്കാണ്. അങ്ങനെ ആ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇനി AAP നാളെ ഒരു അടിയന്തരമായ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ പല MLAമാരെ ആവശ്യപ്പെടാൻ പോകുന്നത് കെജ്രിവാൾ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് അവരുടെ ആവശ്യം. അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു MP പോലും സ്വന്തമാക്കാൻ ഇത്രയും നാളായിട്ടും
AAPക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ 7 സീറ്റും നേടിയത് BJP ആണ്. 2019 24 നേടിയത് BJP ആണ്. അപ്പോൾ ആകെ MP സ്ഥാനം വിജയിച്ചിട്ടുള്ളത് ഈ പഞ്ചാബിൽ നിന്നാണ്. ഈ പഞ്ചാബിൽ നിന്ന് മാത്രമാണ് MP സ്ഥാനം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ മാനൊന്നും വലിയ ജനകീയനല്ലാത്തൊരു ഘട്ടത്തിൽ പോലും അവർക്ക് അവിടെ MLA നേടുവാൻ ഈ കെജ്രിവാളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കെജ്രിവാൾ വരുമ്പോൾ വലിയ ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം അവിടെ വരുമ്പോൾ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് നാം അത് വിമർശന രീതിയിലാണ് പറയുന്നതെങ്കിലും ഖാലിസ്ഥാൻ വാദികൾക്കിടയിൽ പോലും, ഖാലിസ്ഥാൻ അനുകൂലികൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുള്ള നേതാവാണ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ MLA-മാരെല്ലാം ആവശ്യപ്പെടുന്നത് ഈ കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രിയായി വരണമെന്നത്. കെജ്രിവാൾ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം അദ്ദേഹം പാർട്ടിയിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അല്ലാത്ത പക്ഷം ഈ പാർട്ടി പൂർണ്ണമായി തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. വലിയ പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണല്ലോ. ആദ്യം ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നു, അതിനുശേഷം അത് പഞ്ചാബിലേക്ക് പോകുന്നു, ഗോവയിൽ MLA-മാരെ നേടുന്നു, ഗുജറാത്തിൽ MLA-മാരെ നേടുന്നു, ഹിമാചൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൗൺസിലർമാരെ നേടുന്നു. ആ രീതിയിലുള്ള വലിയ മുന്നേറ്റമുണ്ടായ പാർട്ടി ഈ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ തന്നെ വീണു പോവുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. അതിൽ ഏറ്റവും ഉദാഹരണം, പണ്ട് നരേന്ദ്രമോദിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന ചർച്ച ഉയർന്നു വന്നപ്പോൾ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ പറഞ്ഞത് ഗുജറാത്തിൽ BJPയെ തോൽപ്പിക്കുക. ഗുജറാത്തിൽ BJPയെ തോൽപ്പിച്ചാൽ നരേന്ദ്രമോദിയെ അമിത്ഷായും തളയ്ക്കാമെന്ന ചർച്ച ഉയർന്നു വരികയും ഇതിനു മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രചരണം തന്നെ അവിടെ കാഴ്ചവെക്കാനും രാഹുൽ ഗാന്ധി കഴിഞ്ഞു. അന്ന് ടൈറ്റ് മത്സരത്തിൽ BJP 99-100 സീറ്റ് മാത്രം നേടി അവിടെ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും കൃത്യമായി മുതലെടുക്കൊണ്ടിരുന്ന കാലമാണത്. അതൊന്നും കൃത്യമായി മുതലെടുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അന്നൊരു ഗുജറാത്തിലൊരു തിരിച്ചടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഇമേജിൽ വലിയ വിള്ളൽ വീഴുമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ BJPക്ക് അത് സാധിച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ തട്ടകത്തിൽ തന്നെ അദ്ദേഹത്തെ ചുരുട്ടിക്കെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനി പുതിയ തട്ടകം കണ്ടെത്തുക, അല്ലെങ്കിൽ ആ വീണ തട്ടകത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള 2 വഴി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങനെ പറയുമ്പോഴേക്കും ഇനിയും പല സംസ്ഥാനങ്ങളിലും അവർ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ വീഴ്ച പറ്റിയത്. പ്രത്യേകിച്ച് ഗോവയിലേക്ക് വളരാൻ ശ്രമിക്കുമ്പോഴായിരുന്നല്ലോ പണം ആവശ്യമായി വന്ന് തെരഞ്ഞെടുപ്പിൽ പണം ആവശ്യമായി വന്ന പശ്ചാത്തലത്തിൽ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചില കരാറുകളിൽ ഏർപ്പെടുകയും ആ പണം ഗോവയിൽ മുതൽ മുടക്കുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്ന് വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. 1-2 MLA-മാർക്ക് നാം എന്ത് പറയുമ്പോഴും ഒരു ചെറിയൊരു പാർട്ടി അവിടെ 1-2 MLA-മാരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 5 MLA-മാരെ അവിടെ ഒറ്റയ്ക്ക് നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വളർന്നു വരുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ BJP സംബന്ധിച്ചിടത്തോളം ശിരോമണി അകാലിദളുമായി ചിലപ്പോൾ ഇനിയുള്ളത് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി വന്നാൽ തന്നെ ഇനി വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കും അവിടെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അവിടെ എന്തായാലും AAPയുടെ ഇമേജ് പൂർണ്ണമായി തന്നെ ഇടിഞ്ഞൊരു അവസ്ഥയിലാണുള്ളത്. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ അറിയാം. അവിടെ ഏറ്റവും അധികം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വരാൻ കഴിയുക. അങ്ങനെ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമ്പോഴും ശിരോമണി അകാലിദളും BJP അവിടെ വലിയ രീതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിൽ നിന്നും വിട്ടൊരു നേതാവ്, പ്രമുഖനായ നേതാവ് BJPയിൽ ചേരുക. അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്ന രീതിയിലേക്ക് വരെ BJP മാറിയിട്ടുണ്ട്. അങ്ങനെ ഇനി നാം കണ്ടതുപോലെ, ഡൽഹിയിൽ കണ്ടതുപോലെ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ചിലപ്പോൾ 3-ാം സ്ഥാനത്ത് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ ചർച്ചയിലേക്കായിരിക്കും AAP കടക്കുക. ഇപ്പോൾ കൃത്യമായി നിലപാടെടുത്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് പോകുമെന്ന്. അതെ, 3-ാം സ്ഥാനത്ത് പോകും. അതുകൊണ്ട് തന്നെ നേതൃത്വം കൃത്യമായി ഇടപെടണമെന്ന് നാളത്തെ ആ യോഗത്തിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിഷി പ്രതിപക്ഷ നേതാവായ ഡൽഹിയുടെ കാര്യങ്ങൾ നോക്കും. ഈ കെജ്രിവാൾ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.